ബോംബെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. മണിരത്നം സംവിധാനം ചെയ്ത സൂപ്പർ ഹിറ്റ് ചിത്രം. ഈ ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർ കാസർഗോഡ് ബേക്കൽ കോട്ടയിൽ വീണ്ടും വരുന്നു. ബേക്കൽ ഫെസ്റ്റിനോടനുബന്ധിച്ച് ഈ മാസം അവസാനത്തോടെയാണ് മണിരത്നവും മനീഷ കൊയ്രാളിയും ഉൾപ്പെടെയുള്ള സിനിമാ പ്രവർത്തകർ ഒരിക്കൽ കൂടി ബേക്കൽ കോട്ടയിലേക്ക് എത്തുന്നത്. ബേക്കൽ കോട്ട പശ്ചാത്തലമാക്കി പ്രധാന രംഗങ്ങൾ ചിത്രീകരിച്ച ബോംബെ സിനിമയിലെ അണിയറ പ്രവർത്തകരെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് നാട്. ബേക്കൽ റിസോർട്ട് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ രൂപീകരണത്തിന്റെയും ബോംബെ സിനിമ പുറത്തിറങ്ങി 30 വർഷം പിന്നിട്ടതിന്റെയും ആഘോഷത്തിന്റെ ഭാഗമായാണ് സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ ബേക്കൽ കോട്ട സന്ദർശനം. മണിരത്നം വരുന്നുണ്ട്, മനീഷ കൊയ്രാള വരുന്നുണ്ട്, അതിൻ്റെ ഛായാഗ്രഹണം നടത്തിയ രാജീവ് മേനോൻ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു ടീമായിട്ട് അവർ വരുന്നു എന്നത് നമുക്ക് നമ്മുടെ ഫെസ്റ്റിനും വലിയ ആവേശകരമായി. മനീഷ കൊയ്രാളയും മണിരത്നവും വീണ്ടും ബേക്കൽ കോട്ടയിലേക്ക് എത്തുന്നതോടെ സിനിമാ ടൂറിസത്തിന്റെ സാധ്യതകൾ ലോകത്തിന് മുന്നിൽ തുറന്നിടുകയാണ്. 30 വർഷങ്ങൾക്ക് മുമ്പേ ഈ കോട്ടയെ പ്രതിനിധീകരിച്ചുകൊണ്ട് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ആ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്തിൽ നിന്ന് ഒരുപാട് മുന്നേറ്റമാണ് കാസർഗോഡുള്ള ടൂറിസം മേഖല കൈവരിച്ചിട്ടുള്ളത്. ബോംബെ സിനിമയുടെ അണിയറ പ്രവർത്തകർ എത്തുന്നതോടെ ഉയിരേ എന്ന ഗാനത്തിലൂടെ ശ്രദ്ധേയമായ ബേക്കൽ കോട്ട വീണ്ടും യാത്രാപ്രേമികളുടെ ഹൃദയത്തിൽ ഇടം പിടിക്കും. ശേഖറിൻ്റെ ആ വിരഹഗാനം, ശൈലാബാനുവിനോടുള്ള അടങ്ങാത്ത പ്രണയം, ആ സിനിമ കണ്ട് പുറത്തിറങ്ങിയ ഓരോ പ്രേക്ഷകൻ്റെയും മനസ്സിനെ ഇന്നും മുറിവേൽപ്പിക്കുന്ന ഒന്നാണ്. ആ ഓർമ്മകൾ ഉണർത്തിക്കൊണ്ട് അവർ വീണ്ടും ഇവിടേക്ക് എത്തുകയാണ്. വിനോദ് മേരിലേക്കൊപ്പം അരുൺ പാറക്കൽ, 24 കാസർഗോഡ്. ഓക്കെ, താങ്ക് യു അരുൺ പാറക്കൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.